താലിബാനും പാകിസ്ഥാനും തമ്മിൽ അനുരഞ്ജന ചർച്ച നടന്നത് തുർക്കിയിൽ വെച്ചാണ്. തുർക്കി യഥാർത്ഥത്തിൽ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഒരു മതമാണ്, രണ്ടുപേരും മതലയനമാണ്, അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ളൊരു ഐക്യപ്പെടലാണ് അവിടെ വരേണ്ടത്, നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് എന്നൊക്കെ തുർക്കി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല. അഫ്ഗാനിസ്ഥാനുമായുള്ള അനുരഞ്ജന ചർച്ച പാളി. അതായത് ഇസ്താംബുളിൽ വെച്ച് നടന്ന ഈ ഒരു സമാധാന ചർച്ച അത് സമ്പൂർണ്ണമായിട്ട് പാളി. താലിബാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ സമാധാന ചർച്ച പാളിയാലും ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ ഇന്ത്യയുടെ മെക്കിട്ട് കയറാൻ വരികയാണ്. ഇവർ പറയുന്നത് ഇന്ത്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. യഥാർത്ഥത്തിൽ അഫ്ഗാൻ ചർച്ചകൾ പരാജയപ്പെട്ടാൽ തുറന്ന യുദ്ധം ഉണ്ടാകുമെന്ന ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. സൈനിക സംഘർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. എന്നിരുന്നാലും നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടും ഇരുപക്ഷവും തമ്മിൽ അനുരഞ്ജനം ഉണ്ടായിട്ടില്ല. ഇരു കൂട്ടർക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ തുർക്കി എത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യയെ വിമർശിച്ച് രംഗത്തെത്തുകയാണ്. ഈ ഖ്വാജ ആസിഫ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, രണ്ട് കക്ഷികളും തമ്മിൽ ഒരു കരാറിൽ എത്തേണ്ടതായിരുന്നു, പക്ഷേ കാബൂളിൽ നിന്നുള്ള ഉത്തരവുകൾ കാരണം കരാർ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കാബൂളിൽ ഇരിക്കുന്ന ആൾക്കാരെ ഡൽഹിയാണ് നിയന്ത്രിക്കുന്നത്. അഫ്ഗാൻ സർക്കാരിൽ ഇന്ത്യയുടെ ആധിപത്യം വർദ്ധിച്ചു. പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ കാബൂളിനെ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ചില ഘടകങ്ങൾ അഫ്ഗാൻ സർക്കാരിലുണ്ട് എന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. പാകിസ്ഥാൻ താലിബാന് തുറന്ന ഭീഷണി ഇറക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. താലിബാനെ പരസ്യമായി ഭീഷണിപ്പെടുത്തി പാക് പ്രതിരോധ മന്ത്രി പറയുന്നത്, ആരെങ്കിലും ഇസ്ലാമാബാദിലേക്ക് നോക്കിയാൽ അവരുടെ കണ്ണുകൾ ഞങ്ങൾ ചൂഴ്ന്നെടുക്കുമെന്നാണ് പറയുന്നത്. അതേസമയം താലിബാൻ ഇതൊന്നും കേട്ട് പേടിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്.